അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിശേഷണം. ത്വാഅത്തുഹു വ മുബായഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ ത്വാഅത്തുല്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുക, വിധേയപ്പെടുക എന്നുള്ളത് അത് എപ്പോഴാണ് സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിധേയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നുള്ള ഒരർത്ഥത്തിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് വെക്കുകയാണ്. അതുകൊണ്ടാണ് മൻ യുതിഇല്ലാഹ വർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്, മൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. ആരെങ്കിലും പ്രവാചകർക്ക് വിധേയപ്പെട്ടാൽ അവർ അള്ളാഹുവിന് വിധേയപ്പെട്ടു. മൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്. നിങ്ങൾ പ്രവാചകർക്ക് വിധേയപ്പെട്ടാൽ അള്ളാഹുവിന് വിധേയപ്പെട്ടവരാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് വിധേയപ്പെടലാണ് എന്ന അർത്ഥത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നാൽ സൃഷ്ടികളിൽപ്പെട്ടവരാണ് പ്രവാചകർ, അള്ളാഹുവിനോട് ചേർത്ത് വെക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, മൻ അത്വഅനി ഫഖദ് അത്വഅ അല്ലാഹ് വമൻ അസ്വാനി ഫഖദ് അസല്ലാഹ്. എന്നെ ആരെങ്കിലും വിധേയപ്പെട്ടാൽ, എന്നോട് വിധേയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിനോട് വിധേയപ്പെട്ടവരായി. എന്നോട് ആരെങ്കിലും എതിരായാൽ, എന്നോട് വിരോധത്തിലോ പ്രയാസത്തിലോ ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായോ എന്ത് ചെയ്താൽ പ്രതികരിച്ചാൽ തീർച്ചയായും അവരെന്നോട് പിണങ്ങുക മാത്രമല്ല അള്ളാഹുവിനോട് പിണങ്ങിയവരും കൂടെയാണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിണക്കവും ഇണക്കവും പ്രവാചകരോടുള്ളത് അത് പടച്ച റബ്ബിനോട് കൂടെയാണ് എന്ന് വരികിൽ അള്ളാഹു ആ അർത്ഥത്തിലാണ് കാണുന്നതെങ്കിൽ എത്രയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഒരു സ്ഥാനം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ അർത്ഥത്തിലുള്ള വല്ലാത്ത സ്നേഹമാണ് റബ്ബ് തആല കാണിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ യദുല്ലാഹി ഫൗഖ ഐദിഹിം ഫമൻ നകസ ഫഇന്നമാ യൻകുസു അലാ നഫ്സിഹി വമൻ ഔഫാ ബിമാ ആഹദ അലൈഹില്ലാഹു ഫസയുതീഹി അജ്റൻ അദീമ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള ഒരു ബന്ധത്തെ വലുപ്പത്തരത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത്, റബ്ബിനോടുള്ള കരാർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാർ, ആ ഒരു ബൈഅത്ത് അള്ളാഹുവിനോടുള്ള ബൈഅത്താണ്. അത് പൂർത്തിയാക്കാൻ ഒരാൾക്ക് പറ്റിയാൽ അവർ വലിയ പ്രതിഫലത്തെ എത്തിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ പറയാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കുന്നത് ഖുൽ അത്തിഉല്ലാഹ വർ റസൂല. അങ്ങനെയാണ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, വർ റസൂല പ്രവാചകന്മാരെയും പ്രവാചകനെയും എന്ത് ചെയ്യുക, ഭയപ്പെടുക, അല്ല വിധേയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള വിധേയപ്പെടൽ ഉണ്ടാകണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിധേയപ്പെടലും ഉണ്ടാകണം എന്നതാണ് ആവർത്തിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിധേയപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.